ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം കൊടുത്ത് കർത്താവിന്റെ കാരുണ്യത്തെ ഓർത്ത് അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗമായിട്ട് രോഗികളായിട്ട് വീടുകളിൽ ആശുപത്രികളിൽ കഴിയുന്ന, പ്രത്യേകിച്ച് നമ്മളോട് പ്രാർത്ഥന ചോദിച്ച ഓരോ മകനെ മകളെ കർത്താവിന്റെ വലിയ കാരുണ്യത്തിന്റെ കൃപാകടാക്ഷം, ഒരുപക്ഷെ വൈദ്യശാസ്ത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ മക്കളുണ്ടായിരിക്കാം. യേശുവിന്റെ ശാസ്ത്രം യേശുവിന്റെ നാമമാണ്. ആ നാമത്തിന്റെ ശക്തിയാൽ കർത്താവെ സൗഖ്യം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവഹിതം എന്താണോ അതനുസരിച്ച് മുന്നോട്ട് പോകുവാനുള്ള കൃപ, ആ ഒരു വലിയ ശക്തി ഓരോ മകനും മകളും അനുഭവിച്ചറിയുവാന്, പ്രത്യേകിച്ചും 147 സങ്കീർത്തനത്തില് 3-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യും. ഹൃദയം തകർന്ന മകനെ മകളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നമുക്ക് ഓരോരുത്തർക്കും യേശു തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.